ഹലോ ഗൈസ്, അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകണ്ടോ. എന്റെ മുഖത്തെ പൊലി കണ്ട് നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ പെണ്ണാളിന്റെ മുട്ട എടുക്കാൻ പോകും. സംഭവം എന്ന് വെച്ചാൽ എന്റെ പിള്ളേ നായ്ക്ക് മാത്രമേ ഇന്റർവ്യൂ ഉണ്ടായതുള്ളൂ. പിന്നെ ഇപ്പം പറഞ്ഞു ഇങ്ങനെ മോട്ടറാക്കി നമ്മൾ ചാർജായി. പിന്നെ ഞാൻ നോക്കിയില്ല, ഞാനും പോയായിരിച്ചു. ഹൊസൂറിലാണ്ട് ഇന്റർവ്യൂ. ഇവിടെ അത്യാവശ്യം ട്രാവൽ ഉണ്ട്. ഒച്ചപ്പാടുണ്ടാക്കി നമുക്ക് പോകാൻ ട്രെയിൻ വലിയ തിരക്കൊന്നും ഇല്ലാതുകൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടി. നമ്മുടെ നേരെ മുന്നിലായിട്ട് ബംഗളിമാരാണ്ട് ഇരിക്കുന്നത്. ഇവരുണ്ട് മറ്റേ ഔല്യം മിച്ചനും കുഴച്ചു. എന്താ പോരാ എന്റെ ഒപ്പമുള്ള നായാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ഏതോ കുട്ടികളെ വണ്ടി ഒട്ടി കളിച്ച ഗെയിമും കളിച്ചിരിക്കുന്നത്. ഇച്ചാണെങ്കിൽ ഒരിടത്ത് കുറഞ്ഞ അപ്പം ഇടങ്ങാറാണ്. ഞാൻ നീച്ച് കുറച്ച് നേരം പുറത്തൊക്കെ പോയി. ഞാൻ കുറച്ച് നേരം ഡോറിന്റെ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഇതിനുള്ളിൽ എല്ലാവരും ഫുള്ള് സൈഡ് ആയിരിക്കും. ഇവരൊക്കെ ഉറങ്ങാണെങ്കിൽ ഇച്ചു ഉറങ്ങാൻ പൂതി ആവുന്നുണ്ട്. ഇച്ചാണെങ്കിൽ ഉറക്കം വരുന്നില്ല. താഴത്ത് നോക്കുമ്പോൾ ചങ്ങായി മറ്റേ വെട്ടിട്ട് വായത്തണ്ടമായി കിടക്കുന്നത്. മേലെ നോക്കുമ്പോൾ അണ്ണക്കൊട്ട മച്ചിക്കറിയുമായി അവിടെ എത്താം. എന്തായാലും 3 സേലത്ത് നമുക്ക് സ്റ്റോപ്പായി. ഇനി ഇവിടുന്ന് നമുക്ക് ഹൊസൂറിലെ ട്രെയിൻ കയറാൻ. അതാണ് ഈ 3:50 എന്നാ പിന്നെ ചായ കുടിച്ചായിട്ട് ചായക്ക് വാങ്ങിയിട്ട് കുറച്ച് നേരം ഞങ്ങളുടെ ഫോണിൽ കളിച്ചിരുന്നു. 4 മണിയായപ്പോൾ നമുക്ക് പോലെ അടുത്ത ട്രെയിൻ വന്നു. മറ്റു ട്രെയിൻ ഇടത്തിൽ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. എന്തൊക്കെയല്ല ആരൊക്കെ ഭാഗത്ത് നമുക്ക് സീറ്റ് കിട്ടി. സീറ്റേ കെട്ടി കുറച്ച് നേരം ഇന്റെ പൊള്ളം ബോധം കിട്ടുന്നു. എന്നാ പിന്നെ ഞാനും കുറച്ച് നേരം കിടക്കായിരുന്നു. പക്ഷെ കിടക്കാൻ സാധില്ലാത്തത് ഞാൻ കുറച്ച് ഇരുന്നുറങ്ങി. പിന്നെ കണ്ണു നോക്കുമ്പോൾ നേരം വെളുത്തിട്ട് ട്രെയിൻ തന്നെ പല്ലൊക്കെ തേച്ച് രാവിലെ തന്നെ ഞാൻ പൂക്കിയിട്ട് സെൽഫി ഒക്കെ എടുത്തു. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ ഹൊസൂറെത്തി നമുക്ക് ഞങ്ങളെ സ്റ്റോപ്പ് ആയി. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ വേറെ നല്ല പഴിച്ചിട്ടില്ലേ എന്തെങ്കിലും തിന്നണം. അങ്ങനെ 4 ഇഡ്ഡലിയും കുത്തിക്കേറ്റ് ഞങ്ങൾ അവിടെ അടുത്ത ബസ് കയറി. അങ്ങനെ ഡ്രൈവർ ഞങ്ങൾ നിർത്താൻ പറഞ്ഞ സ്റ്റോപ്പിന് 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് ഇറക്കിക്കണം. ചോദിച്ചപ്പോൾ നായ ഒരു അപ്പുറത്തെ സ്റ്റോപ്പില്ല ഇവിടെ സ്റ്റോപ്പുള്ളൂ. വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി 2 കിലോമീറ്റർ തിരിച്ചു കിടന്നു. നിങ്ങൾ ഈ കാണാണ്ടോ കമ്പനിയുടെ മെയിൻ എൻട്രൻസ്. കമ്പനിയുടെ സെറ്റപ്പും കെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഇന്റർവ്യൂവിനെ പറ്റി അമ്മക്ക് ഏകദേശം ധാരണ കണ്ടു. വേറെ നല്ല മൂഞ്ചുന്നേ. അങ്ങനെ കയറി ചെന്നപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസ് വാങ്ങി ഞങ്ങളോട് മറ്റേ വിസിറ്റേഴ്സ് റൂം പോയിരിക്കാൻ പറഞ്ഞു. അവിടെ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 11 ആയപ്പോൾ ഇന്റർവ്യൂ നമ്മൾ നേരെ തിരിച്ച് ചെന്നൈക്ക് ബസ്സും കയറി. രാത്രി ഫുള്ള് മറ്റേ കുറങ്ങാത്തോണം എന്താ അറിയില്ല. എന്റെ കണ്ണ് മറ്റേ കഞ്ചാവടിച്ചമാര് ഫുൾ ഔട്ട് ആയിക്കണം. അങ്ങനെ ഞാൻ പിന്നെ നോക്കില്ല. കയ്യിലുണ്ടായ ഒരു മാസ്ക് മോത്തിട്ട് ഞാൻ നേരെ സൈഡ്. മാസ്ക് വേറെ ഒന്നല്ല കേട്ടോ, ഇട്ടിലാണെങ്കിൽ അപ്പത്തേക്കാണ് നായി തൊള്ളിക്കരി ഫോട്ടോ. അങ്ങനെ രാത്രി 6 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ എത്തി. അപ്പൊ ഓക്കെ ബൈ.